their next action towards you. മേ ബി ആ വ്യക്തിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ മൈൻഡ് അത് മാറി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓരോരോ സമയത്തും ഈ ഒരു ഡേ ആൻഡ് നൈറ്റ് സമയത്ത് ആ വ്യക്തി നിങ്ങളെ തന്നെയാണ് ഓർത്തിരിക്കുന്നത്. മേ ബി നിങ്ങളുടെ ഒരു കോൾ മെസ്സേജ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആ വ്യക്തി ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു എന്നുള്ളൊരു സൈനാണ് ഇവിടെ കിട്ടുന്നത്. മേ ബി ഇനി സിംഗിൾസ് ആണ് ഇത് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും ഇവിടെ പറയാവുന്നതാണ്. ഇനി നോ കോണ്ടാക്റ്റിലുള്ള പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് അടുപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ശ്രദ്ധ ചെലുത്തിയിരുന്നു. നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ ആ വ്യക്തി താല്പര്യം കൂടുതൽ കാണിച്ചിരുന്നതായിട്ടും നിങ്ങളെ അവഗണിച്ചിരുന്നതായിട്ടുമുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു തരത്തിലുമുള്ള മറ്റൊരു എൻഗേജ്മെന്റ്സിലും ആ വ്യക്തി പോകുന്നില്ല. നിങ്ങളെ മാത്രമാണ് ആ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വളരെ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നതായിട്ടും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില റിസ്കുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി. പക്ഷെ ഈ ഒരു സമയത്ത് അത്തരം റിസ്കുകൾ എടുക്കാനും ആ വ്യക്തി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അത് ആ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല. ആ വ്യക്തി അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കി നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ ഈ ഒരു റീബർത്ത്, നിങ്ങളുടെ ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ചെറിയൊരു തുടക്കം എന്നോണം ആ വ്യക്തി എന്തെങ്കിലും ഒരു ബിഗിനിങ്, മേ ബി നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് എന്തെങ്കിലും വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ ഒരു റീയൂണിയൻ ആയിരിക്കാം. സിംഗിൾസ് ആണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് കൂടുതലും ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ കോണ്ടാക്റ്റിലുള്ളവർക്കാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറാനുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഭയമുള്ളതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് റിയാലിറ്റി എന്താണ്, ഇല്യൂഷൻ എന്താണ്, നിങ്ങൾക്ക് ഇല്യൂഷനിലാണോ, നിങ്ങൾ ഒരു റിയാലിറ്റിയിലാണോ നിൽക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് സത്യമാണോ, ഈ ഒരു പേഴ്സൺ ഒരു ട്രൂ പേഴ്സൺ ആണോ, വളരെ റിയൽ ആയിട്ടാണോ ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കാണുന്നുണ്ട്.
അതിനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ ബ്ലോക്ക് ആക്കി പോകുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് വരുന്നുണ്ടാവാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഓവറായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ കറക്റ്റ് ആണോ? ഞാൻ റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിലാണോ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആയി പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അതിലൊരു മാറ്റം വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം കുറേ ഇല്യൂഷൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടോ? ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിലുണ്ടോ? എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ചില സമയങ്ങളിൽ ഈ സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ ഇനി വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങളായിട്ട് തന്നെ ലെറ്റ് ഗോ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇതിൽ. പക്ഷേ ആ ഒരു സമയത്തും നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോഴും നിങ്ങളെ ഈ പേഴ്സൻ്റെ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു കെയർ, അറ്റൻഷൻ, എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളെ തിരികെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല. എത്ര തവണ അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ ഈ പേഴ്സണെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത്രമാത്രം നിങ്ങൾ ആ പേഴ്സണിലോട്ട് തിരിച്ച് ചെന്നെടുക്കുന്നത് പോലുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഉള്ള ഓവർ തിങ്കിങ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറായിട്ടുള്ള ഈ ഡൗട്ട് ഫീൽ കൊണ്ടോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ ഒരു പേഴ്സണ് ആക്ച്വലി നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫ് വേണമെന്ന് ആ വ്യക്തി പലതവണ ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു സമയത്തും ആ വ്യക്തി അങ്ങനെ ഒരു റിയാലിറ്റി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ലൈഫിലൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേറ്റീവ് മൊമെന്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ഒരു അവസരം വരുന്നുണ്ട്. ആ വ്യക്തിയായിട്ട് തന്നെ അത്തരം ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം വരുന്നുണ്ടാവാം. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ആ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവാം. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിൽ ആ കഴിഞ്ഞ കാല ഓർമ്മകൾ കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒത്തിരി ആക്ഷൻസ് ആ വ്യക്തി എടുക്കുന്നതായിട്ട് നമുക്കിവിടെ പറയാവുന്നതാണ്.